സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തിരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്ത മണ്ഡലങ്ങൾ കൊല്ലം, കൊട്ടാരക്കര. ആദ്യമായി തന്നെ നമുക്ക് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കാം. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി S ജയമോഹൻ, UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ, NDA സ്ഥാനാർത്ഥി BJPയിലെ N പ്രതാപ് കുമാർ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ LDF സ്ഥാനാർത്ഥിയായ M മുകേഷ് വിജയിച്ച മണ്ഡലമാണ് കൊല്ലം. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൊല്ലത്തെ സമ്മതിദായകർ ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും അവരുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഘടകങ്ങളിൽ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിനും യുവജന പിന്തുണയിലും LDFനാണ് ഒന്നാം സ്ഥാനം കൊല്ലം നിയമസഭയിലെ ജനങ്ങൾ കൊടുക്കുന്നത്. രണ്ടാം സ്ഥാനം UDFനും. വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാടവം, സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം, ഈ ഘടകങ്ങളിൽ ഒന്നാം സ്ഥാനം UDFനാണ്. രണ്ടാം സ്ഥാനം LDFനും. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഓരോ ഘടകങ്ങളെയും സമഗ്രമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക നമുക്ക് വേണ്ടി വിശകലനം ചെയ്യുകയാണ്. സെമിയോട്ടിക്ക പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായ ബിന്ദു കൃഷ്ണ ചെറിയൊരു ലീഡുണ്ട്. 37.59% വോട്ട് വിഹിതമാണ് സെമിയോട്ടിക്ക ബിന്ദു കൃഷ്ണയ്ക്ക് വേണ്ടി പ്രവചിക്കുന്നത്. രണ്ടാം സ്ഥാനത്തുള്ള LDF സ്ഥാനാർത്ഥിക്ക് 36.92%, മൂന്നാം സ്ഥാനത്തുള്ള NDA സ്ഥാനാർത്ഥിക്ക് 25.49% വോട്ട് വിഹിതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇനി നമുക്ക് കൊട്ടാരക്കര മണ്ഡലത്തിലേക്ക് പോകാം. ഇവിടെ LDF സ്ഥാനാർത്ഥി KN ബാലഗോപാൽ, UDF സ്ഥാനാർത്ഥി P ഐഷപ്പൊറ്റി, NDA സ്ഥാനാർത്ഥി BJPയിലെ R രേഷ്മി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ്. ഏകദേശം അന്ന് 46% വോട്ട് വീതമാണ് അദ്ദേഹം അവിടെ നേടിയത്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥികളുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഘടകങ്ങളിൽ കൊട്ടാരക്കരയിലെ വോട്ടർമാർ എങ്ങനെ ഓരോ മുന്നണികളെയും വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിലും യുവജന പിന്തുണയിലും വോട്ടർമാരുടെ ഇടയിലെ വിശ്വാസ്യതയിലും നേതൃപാടവത്തിലും ഒന്നാം സ്ഥാനം LDFനാണ്. ഈ 4 ഘടകങ്ങളിലും UDF ആണ് രണ്ടാം സ്ഥാനത്ത്. എന്നാൽ സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിന് UDFനാണ് കൊട്ടാരക്കരയിലെ വോട്ടർമാർ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്. രണ്ടാം സ്ഥാനം LDFന്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക നമുക്ക് വേണ്ടി അപഗ്രഥിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം ആരാണ് കൊട്ടാരക്കര ജയിക്കുവാൻ പോകുന്നതെന്ന്. സെമിയോട്ടിക്ക പ്രവചിക്കുന്നത് കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഏകദേശം 41.33% വോട്ട് വീതത്തോടുകൂടി ജയിക്കും എന്നുള്ളതാണ്. രണ്ടാം സ്ഥാനം UDF സ്ഥാനാർത്ഥിക്ക് ഏകദേശം 37%, മൂന്നാം സ്ഥാനത്തുള്ള NDA സ്ഥാനാർത്ഥിക്ക് ഏകദേശം 22% വോട്ട് വീതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി നിങ്ങളിലേക്ക് ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.